ലെറ്റ്സ് സ്റ്റഡി ടുഗദർ കേരള PSCയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹിസ്റ്ററിയിലെ യൂറോപ്യന്മാരുടെ ആഗമനം തുടർച്ചയാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ എന്തൊക്കെ പഠിച്ചു? യൂറോപ്യന്മാരായ പോർച്ചുഗീസുകാർ വന്നതിനെ പറ്റി പറഞ്ഞു. അതേപോലെ തന്നെ പിന്നെ ആരാ വന്നത്? ഡച്ചുകാർ വന്നതിനെ പറ്റി പറഞ്ഞു. അടുത്തതായിട്ട് എന്താണ്? ബ്രിട്ടീഷുകാരാണ് വന്നത്. അപ്പോൾ തുടങ്ങാം. അപ്പോൾ അതിനു മുമ്പായിട്ട് പറയാണ്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ തുടങ്ങാം. ബ്രിട്ടീഷുകാർ. അക്ബറുടെ സദസ്സ് സന്ദർശിച്ച ആദ്യ ഇംഗ്ലീഷുകാരനാണ് മാസ്റ്റർ റാൽഫ് ഫിച്ച്. 1583 മാസ്റ്റർ റാൽഫ് ഫിച്ച് അക്ബറുടെ സദസ്സ് സന്ദർശിച്ചത്. ഇത് പറയുന്നതിൻ്റെ ഇടയ്ക്കാണ് വേറൊരു കാര്യം മറന്നുപോയത്. അപ്പോൾ ഇതിന് മുന്നുള്ള പാർട്ടുകളെല്ലാം ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, പോയി കാണുക. അതുപോലെ തന്നെ പ്ലേലിസ്റ്റിലും നിങ്ങൾ പോയി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ഓക്കെ. അപ്പോൾ മാസ്റ്റർ റാൽഫ് ഫിച്ചിനെ പറ്റി എന്താ പറഞ്ഞത്? അക്ബറുടെ സദസ്സ് സന്ദർശിച്ച ആദ്യ ഇംഗ്ലീഷുകാരൻ എന്നായിരുന്നു 1583. അടുത്തത് എന്താണ്? മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ എന്നറിയപ്പെടുന്നതും ആര് തന്നെയാണ്? മാസ്റ്റർ റാൽഫ് ഫിച്ചിനെ തന്നെയാണ് മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കിഴക്കൻ രാജ്യങ്ങളിൽ വ്യാപാരം നടത്താൻ അനുമതി ലഭിച്ച ഉടമ്പടി ഏതാണ്? റോയൽ ചാർട്ടർ. അപ്പോൾ റോയൽ ചാർട്ടർ ആണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കിഴക്കൻ രാജ്യങ്ങളിൽ വ്യാപാരം നടത്താൻ അനുമതി ലഭിച്ച ഉടമ്പടി. റോയൽ ചാർട്ടർ അനുവദിച്ച ബ്രിട്ടീഷ് രാജ്ഞി ആരാണ്? എലിസബത്ത് രാജ്ഞി 1. അപ്പോൾ എലിസബത്ത് രാജ്ഞി 1 ആണ് റോയൽ ചാർട്ടർ അനുവദിച്ചത്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം എന്നാണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1600 ഡിസംബർ 31 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത്. മറക്കരുത്, എന്നാണ് 1600 ഡിസംബർ 31. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? അക്ബറുടെ സദസ്സ് സന്ദർശിച്ച ആദ്യ ഇംഗ്ലീഷുകാരൻ ആരാണ്? മാസ്റ്റർ റാൽഫ് ഫിച്ച് 1583 മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ എന്നറിയപ്പെടുന്നു. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കിഴക്കൻ രാജ്യങ്ങളിൽ വ്യാപാരം നടത്താൻ അനുമതി ലഭിച്ച ഉടമ്പടിയാണ് റോയൽ ചാർട്ടർ. റോയൽ ചാർട്ടർ അനുവദിച്ച ബ്രിട്ടീഷ് രാജ്ഞിയാണ് എലിസബത്ത് രാജ്ഞി 1. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം 1600 ഡിസംബർ 31. അടുത്തത് എന്താണ്? മർച്ചൻ്റ് അഡ്വഞ്ചറീസ്. എന്താണ് ഈ മർച്ചൻ്റ് അഡ്വഞ്ചറീസ് എന്ന് പറയുന്നത്? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയ കച്ചവടക്കാരുടെ സംഘടനയാണ് എന്തെന്ന് പറയുന്നത്? മർച്ചൻ്റ് അഡ്വഞ്ചറീസ് എന്ന് പറയുന്നത്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയ കച്ചവടക്കാരുടെ സംഘടന. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസാക്കിയ ആദ്യ നിയമമാണ് റെഗുലേറ്റിംഗ് ആക്ട്. ഏത് വർഷം? 1773. ഇന്ത്യയിൽ ആദ്യത്തെ ബ്രിട്ടീഷ് ഫാക്ടറി സ്ഥാപിതമായ സ്ഥലം ഏതാണ്? സൂററ്റിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബ്രിട്ടീഷ് ഫാക്ടറി സ്ഥാപിതമായത്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ രൂപീകരണത്തിന് മുൻപ് ഇന്ത്യയിൽ വ്യാപാരം നടത്തിയിരുന്ന ഇംഗ്ലീഷുകാരൻ ആരാണ്? ജോൺ മിൽഡൻ ഫാൾ ആണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ രൂപീകരണത്തിന് മുൻപ് ഇന്ത്യയിൽ വ്യാപാരം നടത്തിയിരുന്ന ഇംഗ്ലീഷുകാരൻ. അപ്പോൾ ഒന്നുകൂടെ പറയാം. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയ കച്ചവടക്കാരുടെ സംഘടനയാണ് മർച്ചൻ്റ് അഡ്വഞ്ചറീസ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസാക്കിയ നിയമമാണ് റെഗുലേറ്റിംഗ് ആക്ട്. 1773 ഇന്ത്യയിൽ ആദ്യത്തെ ബ്രിട്ടീഷ് ഫാക്ടറി സ്ഥാപിച്ച സ്ഥലം സൂററ്റാണ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ രൂപീകരണത്തിന് മുൻപ് ഇന്ത്യയിൽ വ്യാപാരം നടത്തിയിരുന്ന ഇംഗ്ലീഷുകാരൻ ജോൺ മിൽഡൻ ഫാൾ ആണ്. ഓക്കെ, അടുത്തത് എന്താണെന്ന് നോക്കാം. എന്താണ് ഈ ജോൺ കമ്പനി? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യ നാമമാണ് എന്തെന്ന് പറയുന്നത്? ജോൺ കമ്പനി. ഇന്ത്യയിലെത്തിയ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കപ്പൽ ഏതാണ്? ഹെക്ടർ. ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുന്ന സമയത്തെ ഇന്ത്യൻ ചക്രവർത്തി ആരാണ്? അക്ബർ. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഇന്ത്യയിൽ കച്ചവടം നടത്താൻ അനുമതി നൽകിയ മുഗൾ ഭരണാധികാരി ആരാണ്? ജഹാംഗീർ. ഒന്നുകൂടെ പറയാം. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യ നാമമാണ് എന്തെന്നുള്ളത്? ജോൺ കമ്പനി എന്നുള്ളത്. ഹെക്ടർ എന്തായിരുന്നു? ഇന്ത്യയിലെത്തിയ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കപ്പലാണ്. കപ്പലിൻ്റെ പേരാണ് എന്തെന്ന് പറയുന്നത്? ഹെക്ടർ. ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുന്ന സമയത്തെ ഇന്ത്യൻ ചക്രവർത്തി അക്ബർ.
ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഇന്ത്യയിൽ കച്ചവടം നടത്താൻ അനുമതി നൽകിയ മുഗൾ ഭരണാധികാരി ആര്? ജഹാംഗീർ. മുഗൾ ഭരണാധികാരിയായ ജഹാംഗീറിൻ്റെ സദസ്സ് സന്ദർശിച്ച ഇംഗ്ലീഷുകാരാണ് വില്യം ഹോക്കിൻസ്, തോമസ് റോ എന്നിവർ. വില്യം ഹോക്കിൻസ് 1608 തോമസ് റോ 1615 ജഹാംഗീറിൻ്റെ സദസ്സ് സന്ദർശിച്ചത്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വ്യാപാര കാലാവധി നീട്ടി നൽകിയത് ജെയിംസ് ഒന്നാമനാണ്. 1644 സെൻറ് ജോർജ് കോട്ട സ്ഥാപിച്ചത് ഫ്രാൻസിസ് ഡേ ആണ്. മദ്രാസിലായിരുന്നു സെൻറ് ജോർജ് കോട്ട സ്ഥാപിച്ചത്. വർഷം മറക്കരുത്, 1644. അപ്പോൾ ഒന്നുകൂടെ പറയാം. മുഗൾ ഭരണാധികാരിയായ ജഹാംഗീറിൻ്റെ സദസ്സ് സന്ദർശിച്ച ഇംഗ്ലീഷുകാരാണ് വില്യം ഹോക്കിൻസ്, തോമസ് റോ എന്നിവർ. വില്യം ഹോക്കിൻസ് 1608 തോമസ് റോ 1615. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വ്യാപാര കാലാവധി നീട്ടി നൽകിയത് ജെയിംസ് ഒന്നാമനാണ്. 1644 സെൻറ് ജോർജ് കോട്ട സ്ഥാപിച്ചത് ഫ്രാൻസിസ് ഡേ ആണ്. മദ്രാസിലാണ് സെൻറ് ജോർജ് കോട്ട സ്ഥാപിച്ചത്. വർഷം 1644. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ തലസ്ഥാനം സൂററ്റിൽ നിന്ന് ബോംബെയിലേക്ക് മാറ്റിയത് 1687. ബ്രിട്ടീഷുകാർ കേരളത്തിൽ ആദ്യമായി പണ്ടകശാല സ്ഥാപിച്ചത് വിഴിഞ്ഞത്ത്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആദ്യമായി സ്ഥാപിച്ച കോട്ട ഏതാണ്? സെൻറ് ജോർജ് കോട്ട, മദ്രാസിലാണ് കേട്ടോ. ബ്രിട്ടീഷുകാർ കേരളത്തിൽ ആദ്യമായി കോട്ട സ്ഥാപിച്ചത് എവിടെയാണ്? അഞ്ചുതെങ്ങിൽ 1695. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിന് എതിരെ നടന്ന ആദ്യ സംഘടിത കലാപം ഏതാണ്? ആറ്റിങ്ങൽ കലാപം 1721. അപ്പോൾ ഒന്നുകൂടെ പറയാം. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ തലസ്ഥാനം സൂററ്റിൽ നിന്ന് ബോംബെയിലേക്ക് മാറ്റിയത് ഏത് വർഷമാണ്? 1687. ബ്രിട്ടീഷുകാർ കേരളത്തിൽ ആദ്യമായി പണ്ടകശാല സ്ഥാപിച്ചത് വിഴിഞ്ഞത്താണ്. എവിടെയാണ്? വിഴിഞ്ഞത്ത്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആദ്യമായി സ്ഥാപിച്ച കോട്ട ഏതാണ്? സെൻറ് ജോർജ് കോട്ട. എവിടെയാണ്? മദ്രാസിൽ. ബ്രിട്ടീഷുകാർ കേരളത്തിൽ ആദ്യമായി കോട്ട സ്ഥാപിച്ചത് എവിടെയാണ്? അഞ്ചുതെങ്ങിലാണ് 1695. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിന് എതിരെ നടന്ന ആദ്യ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപം 1721.